12 മണി കഴിയുമ്പോൾ തന്റെ കുട്ടീനെ ഉണർത്തി തല്ലി എണീപ്പിച്ച് അവന്റെ 5-ാം വയസ്സിൽ 5 മെഴുകുതിരി കത്തിച്ച് വെച്ച് ആ മെഴുകുതിരി ഊതിക്കെടുത്തി അവന്റെ 5 വർഷത്തെ നശിപ്പിച്ചിട്ട് കേക്കും മുറിച്ച് അവന്റെ വായിലും വെച്ച് കൊടുത്തിട്ട് തിരിച്ചു കിടത്തി ഉറക്കും. എന്ന് പറഞ്ഞാൽ ഭഗവാനെ 1000 കൊല്ലം ഇരുൾ മൂടി കിടന്നൊരു ഗുഹയ്ക്കകത്ത് ഒരു ദീപം തെളിച്ച് വെച്ചാൽ 1000 കൊല്ലത്തെ ഇരുട്ട് മാറുമെന്നാണ് ദീപം നമ്മളെ പഠിപ്പിച്ചത്. ആ കുട്ടിയുടെ ജന്മദിനം എന്ന് പറഞ്ഞിട്ട് 12 മണിക്ക് വിളിച്ചെണിപ്പിച്ച് 5 തിരിയും കത്തിച്ച് വെച്ച് അത് ഊതി അവനെ കൊണ്ട് തന്നെ ആ ദീപത്തെ എനിക്ക് പ്രകാശം വേണ്ട, എനിക്ക് സച്ചിന്ത വേണ്ട, എനിക്ക് ഇരുട്ട് മതി എന്ന് പറഞ്ഞ് ഊതിക്കെടുത്തിട്ടാണ് അവന്റെ ജന്മദിനം ആഘോഷിക്കുക. എന്താ ചെയ്യേണ്ട പിറന്നാളിനെ? ബ്രാഹ്മമുഹൂർത്തത്തിൽ ആ കുട്ടിയെ ഉണർത്തുക, എന്നിട്ട് കുളിപ്പിക്കുക, എന്നിട്ട് മുത്തശ്ശി കയ്യും പിടിച്ച് അല്ലെങ്കിൽ അമ്മയച്ഛനും കയ്യും പിടിച്ച് ക്ഷേത്രത്തിൽ പോകുക. പോകുന്ന വഴിയൊക്കെ കഥകൾ പറയുക. പുരാശിക്കും ഇത് ക്ഷേത്രമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്ന അവസ്ഥയാണ്. ക്ഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മ, അജ്ഞത, നമ്മളെ ഇരുട്ട് മാറ്റുന്ന സ്ഥലമാണ്. ഇവിടെ ഇരിക്കുന്ന ധർമ്മശാസ്താവാണ്. ധർമ്മശാസ്താവ് അയ്യപ്പനും രണ്ടാണ്. ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞ് ആ കുട്ടിയെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് തൊഴിച്ച് തീർത്ഥവും ചന്ദനമൊക്കെ വാങ്ങി തൊടിയിച്ച് ആ കുട്ടിയുടെ പേരിൽ ജന്മനക്ഷത്രമാണ് പുഷ്പാഞ്ജലിയൊക്കെ നടത്തി തിരിച്ച് വീട്ടിൽ ചെന്ന് അവന് നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി അവന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ചുറ്റുമിരുത്തി ഒരു വിളക്ക് കത്തിച്ച് ഒരു കലശമൊക്കെ വെച്ച് അതിനെ പൂജിച്ച് അമ്മയ്ക്ക് തന്നെ പൂജിക്കാം. ജന്മനക്ഷത്ര കലശമാണ് മോന്റെ പേരിൽ ഒരു വിഷ്ണു പൂജയൊക്കെ സങ്കല്പിച്ച് ചെയ്ത് ആ കലശം ആ കുട്ടിയെ തളിച്ച് അവന്റെ കൂട്ടുകാരെ വിളിച്ച് നല്ല സദ്യ കൊടുക്കണം. അങ്ങനെ വളരുന്ന കുട്ടിയുടെ സംസ്കാരം എന്തായിരിക്കുമെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക.